ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തിരക്ക് പിടിച്ച് മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭാ നേതാക്കളെ കാണാൻ പോയത് എത്രമാത്രം UDF നേതൃത്വം വഖഫ് ബോർഡിൻ്റെ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ പോയി കണ്ട് മുനമ്പം സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരോട് അഭ്യർത്ഥന നടത്തിയതായിട്ടാണ് പത്രങ്ങളിലെല്ലാം വാർത്ത വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം, വഖഫ് ബോർഡിന് വേണ്ടി മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ സഹോദര സംഘടനയാണോ വഖഫ് ബോർഡ്? വഖഫ് ബോർഡിൻ്റെ അധിനിവേശം മുസ്ലിം ലീഗ് നേതാക്കളുടെ അറിവോടുകൂടിയാണോ കേരളത്തിൽ നടക്കുന്നത്? മുനമ്പത്തെയും വഖഫിൻ്റെ അധിനിവേശ ഭീഷണി നേരിടുന്ന മറ്റു പല പ്രദേശങ്ങളിലെയും ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കം, ആ തർക്കം പരിഹരിക്കേണ്ടത് വഖഫ് ബോർഡാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ് എന്നൊക്കെയാണ് ഇതുവരെ ലീഗുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വളരെ പെട്ടെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പോയി ഞങ്ങൾ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിച്ചു കൊള്ളാം. എന്താണ് മുസ്ലിം ലീഗിൻ്റെ ഫോർമുല ഇക്കാര്യത്തിൽ? സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ മന്ത്രി പറഞ്ഞതും നിയമസഭാ രേഖകളിൽ ഉള്ളതുമായിട്ടുള്ള കാര്യം, മുനമ്പത്തേത് വഖഫിൻ്റെ ഭൂമി തന്നെയാണ് എന്നുള്ള കാര്യം ലീഗിന് എങ്ങനെ മാറ്റിക്കൊടുക്കാൻ സാധിക്കും? ഈ മുസ്ലിം ലീഗിന് എന്താണ് ഒരു ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ശക്തി കേരളത്തിലുള്ളത്? ഒരു അമിതാധികാരം പ്രയോഗിക്കാൻ മാത്രമുള്ള എന്ത് ശക്തിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിനുള്ളത്? മുസ്ലിം ലീഗിൻ്റെ ഏതാനും നേതാക്കൾ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ കണ്ടാൽ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ന്യായമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന് എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുന്നത്? അപ്പോൾ ഇതുവരെയുള്ള ഭൂമി കയ്യേറ്റങ്ങളെല്ലാം ലീഗ് പറഞ്ഞിട്ടാണോ ഇവിടെ നടക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ അറിവോടുകൂടിയാണോ ഈ ഭൂമി കയ്യേറ്റങ്ങളെല്ലാം വഖഫ് ബോർഡ് നടത്തുന്നത്? മുസ്ലിം ലീഗിൻ്റെ താല്പര്യപ്രകാരമാണോ വഖഫ് ബോർഡ് ഓരോ സ്ഥലത്തും പുതിയ അധിനിവേശങ്ങൾ പ്രഖ്യാപിക്കുന്നത്, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്? എന്താണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഫോർമുല? കേരളത്തിലെ ജനങ്ങൾക്കത് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം പലയിടങ്ങളിലും വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഫോർമുല എന്താണ്? മുസ്ലിം ലീഗിന് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ സാധിക്കുന്നത്? മുസ്ലിം ലീഗ് എന്ത് മാധ്യസ്ഥമാണ് ഇക്കാര്യത്തിൽ വഹിക്കാൻ ഉദ്ദേശിക്കുന്നത്? മുനമ്പം സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭാ നേതാക്കന്മാരെ, പിതാക്കന്മാരെ കാണാൻ പോയ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് തങ്ങളുടെ ഫോർമുല എന്താണെന്ന് പരസ്യമായിട്ട് പറയാത്തത്? കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് കബളിപ്പിക്കാമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടല്ലേ ഈ ഒരു യാത്ര ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മുനമ്പത്തേക്ക് നടത്തിയത്? സഭാ മേലധ്യക്ഷന്മാരെ കാണാൻ ലീഗുകാർ പോയത് ആര് പറഞ്ഞിട്ടാണ്? സർക്കാർ അയച്ചതാണോ? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? ഇന്നലെ എന്താണ് ക്രൈസ്തവ സഭാ നേതാക്കന്മാരുമായിട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ മുന്നോട്ട് വെച്ച ഫോർമുല? മുനമ്പത്തെയും ചെല്ലാനത്തെയും അടക്കം കേരളത്തിൽ ഇപ്പോൾ വഖഫ് ബോർഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടീസ് കൈപ്പറ്റിയ സ്ഥലങ്ങളിലെല്ലാം ഈ ഫോർമുല ബാധകമാണോ? അപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ അല്ല പോയിരിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുള്ള ഉറപ്പ് വന്നതുകൊണ്ടാണ് ലീഗ് നേതാക്കൾ ഇന്നലെ ക്രൈസ്തവ സഭാ നേതാക്കളുമായിട്ട് ചർച്ചയ്ക്ക് പോയത്. എന്തേ ലീഗുകാർ ഇതിനു മുമ്പ് പോവാതിരുന്നത്? കുഞ്ഞാലിക്കുട്ടി ഇത്രയും ദിവസം എവിടെയായിരുന്നു? പാണക്കാട് തങ്ങൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അപ്പോൾ ഇത് ആളുകളെ കബളിപ്പിക്കലാണ്. കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. അവർ ഈ വഞ്ചന തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാവാത്തത്. ലീഗ് പറഞ്ഞാൽ എങ്ങനെ സമരം അവസാനിപ്പിക്കും? ലീഗ് പറഞ്ഞാൽ വഖഫ് ബോർഡ് കേൾക്കുമോ?
വഖഫ് ബോർഡ് അയച്ച നോട്ടീസ് പിൻവലിക്കുമോ? ലീഗ് പറഞ്ഞാൽ ബാങ്കിൽ പോയാൽ വായ്പ കിട്ടുമോ? ലീഗ് പറഞ്ഞാൽ കരം തീർത്ത രസീത് കൊടുക്കുമോ? ഈ കാര്യങ്ങളെല്ലാം അറിയണ്ടേ?